സംസ്ഥാന പാതയായ പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേ റോഡിലെ ഓട നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. കൊല്ലം പിറവന്തൂർ കമുകഞ്ചേരി ഭാഗത്തെ റോഡിലെ ഓടയുടെ മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്ന നിലയിലാണ്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ കിഴക്കൻ മലയോര മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന സംസ്ഥാന പാതയാണിത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡിലെ ഓട നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നതാണ് നാട്ടുകാരുടെ പരാതി. കൊല്ലം പിറവന്തൂരിൽ നിന്നും കമുകഞ്ചേരിയിലേക്കുള്ള പാതയിൽ ഓടയുടെ മുകളിലൂടെയുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്ന നിലയിലാണ്. തിരുവനന്തപുരത്ത് കമുകഞ്ചേരിക്ക് പോകുന്ന PW റോഡാണ്. ടോറസ് ലോറി ഉൾപ്പെടെ ഹെവി ലോഡ് പോകുന്ന പാതയാണ്. അവിടെ വെറും തിക്നെസ് കുറച്ച് ചെറിയ 10 mm കമ്പി കൊണ്ടുള്ള സ്ലാബാണ് ഇട്ടേക്കുന്നത്. ഇത് മൊത്തം മാറ്റി ഈ സ്ലാബ് പുതുക്കി ഇടണമെന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. 10 mm കമ്പിയാണ് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ഹെവി ലോഡ് എങ്ങനെ പോകും? 40-50 ടൺ വെയിറ്റുള്ള ലോറിയാണ് ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്തെ കോളേജ്, സ്കൂൾ എന്നിവയ്ക്ക് സമീപമാണ് അപകട ഭീഷണിയുള്ളത്. സ്ലാബ് നിർമ്മിച്ച കോൺക്രീറ്റിന്റെ ഘനക്കുറവും മിശ്രിതത്തിലെ അപാകതയുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഒരു സബ് റോഡായിട്ട് ഉപയോഗിക്കുന്ന സഞ്ചാരം ഏറെ ഉള്ള ഒരു സ്ഥലമാണ് പിറവന്തൂര്. ഇവിടെ 80-ലധികം ഓട്ടോ ഉള്ള തൊഴിലാളികൾ വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരു പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എത്രയും പെട്ടെന്ന് മൊത്തത്തിൽ ഇപ്പോൾ ഇളകിയിരിക്കുക. ഇവിടുന്ന് ആ സൈഡ് വരെയുള്ള കംപ്ലീറ്റ് സ്ലാബുകൾ ഇളകിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണം. അല്ല, ഇത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇത്രയും ഹെവി ലോഡ് പോകുന്ന ഒരു പാതയാണിത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാം. ഇത് എത്രമാത്രം നോക്കുക. ഇത് ഒരു 10 സെൻറ്റിയോളം തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഒരു 20 സെൻറ്റ് ഏറ്റവും കുറഞ്ഞ ഇടേണ്ട ഒരു സ്ലാബാണ്. ഇതിപ്പോൾ ഒരു 10 സെൻറ്റ് പോലും ഇല്ലാന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് മാക്സിമം ഒരു 10 സെൻറ്റ് കാണും, അത്രേ ഉള്ളൂ. സംഭവത്തിൽ PWD ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഓടയുടെ സ്ലാബുകൾ ശരിയായ രീതിയിൽ പുനർനിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, കൊല്ലം.